എന്തുകൊണ്ടാണ് വയറ് വീർത്തുകെട്ടലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുടലിന്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ലോ എനർജി, നമുക്കൊരു താല്പര്യമില്ലായ്മ, നമ്മുടെ ആത്മവിശ്വാസത്തിലും ശാരീരിക ഉന്മേഷത്തിലും ഒക്കെ ഉള്ള ഒരു താല്പര്യക്കുറവ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കുടലിന്റെ ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ നടക്കാതെ വരും. അതായത് നമുക്ക് ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിന്റെ ആഗിരണം തടസ്സപ്പെടുകയും നമുക്ക് ആവശ്യമുള്ള അയൺ പോലെയുള്ള, വിറ്റാമിൻ B12 പോലെയുള്ള, മഗ്നീഷ്യം പോലെയുള്ള ന്യൂട്രിയൻസ് നമ്മുടെ കുടലിൽ നിന്നും ശരീരത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. ഇത് നമുക്ക് മൊത്തത്തിൽ ഒരു ക്ഷീണവും തളർച്ചയും ഒരു താല്പര്യക്കുറവും ഒക്കെ എല്ലാത്തിലും കാണിക്കും. രണ്ടാമത്തേത്, ഈ കുടലിന്റെ ഹെൽത്ത് മോശമാകുക എന്നുള്ളതിനർത്ഥം അവിടെ ഒരു നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ ഇങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും ഒരു ഫൈറ്റിംഗ് മോഡിലായിരിക്കും. ഈ ഇൻഫ്ലമേഷനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് മോഡിലായിരിക്കും. ഇങ്ങനെ തുടർച്ചയായി ഇൻഫ്ലമേഷനോട് എതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ നമ്മുടെ ശരീരം തളർന്നു പോകും. ആ തളർച്ചയാണ് നമുക്കും പൊതുവിൽ ഒരു ക്ഷീണമായിട്ടും തളർച്ചയായിട്ടും ഒരു എല്ലാത്തിനോടും ഒരു താല്പര്യക്കുറവുള്ളതായിട്ടും ഒക്കെ അനുഭവപ്പെടുന്നത്. മറ്റൊന്ന്, വയറ് വീർത്തിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും ആളുകളെ ഫേസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. ആളുകൾ എന്താണ് നമ്മളെ കുറിച്ച് വിചാരിക്കുക, എന്തായിരിക്കും ഈ വയറ് വീർത്തുകെട്ടലിന്റെ പരിണിത ഫലമായിട്ട് നമുക്ക് പെട്ടെന്ന് സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. പെട്ടെന്ന് ഒരു പക്ഷെ ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരിക്കും. സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു ഭയം നമ്മളെ വല്ലാതെ അലട്ടും. അപ്പം ഇതും ഒരു ആത്മവിശ്വാസം കുറയുന്നതിന് ഇതും കാരണമാകുമെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ചീത്ത ബാക്ടീരിയയും നല്ല ബാക്ടീരിയയും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ. അപ്പൊ നല്ല ബാക്ടീരിയകൾക്ക് പകരം ചീത്ത ബാക്ടീരിയയാണ് നമ്മുടെ കുടലിൽ കൂടുതലായിട്ടുള്ളത് എങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻസ് ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുക. ഇത് നമ്മുടെ ബ്രെയിൻ ഗട്ട് ആക്സിസിനെയൊക്കെ ബാധിക്കുകയും നമ്മുടെ മൊത്തത്തിലുള്ള ഈ പറയുന്ന സെറോട്ടോണിൻ, മെലോട്ടോണിൻ പോലെയുള്ള നമുക്ക് സന്തോഷം നൽകുന്ന ഹോർമോണുകളുടെ അളവ് കുറക്കുകയും നമുക്ക് മൊത്തത്തിൽ ഒരു ക്ഷീണവും താല്പര്യക്കുറവും ഒരു സന്തോഷമില്ലായ്മയും വിഷാദവും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാക്കും. അപ്പം വയറ് വീർത്തുകെട്ടൽ ഉണ്ടാകുമ്പോൾ കുടലിന്റെ ആരോഗ്യം അത്ര നല്ലതല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്ന് മനസ്സിലാക്കുക.